തീർച്ചയായും പ്രോസിക്യൂഷന് അഭിമാനകരമായ ഒരു വിധിയാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ കണ്ട കാലം മൊത്തം പ്രോസിക്യൂഷൻ നടത്തിയിട്ടുള്ള കേസിൽ പ്രോസിക്യൂഷൻ കൊടുത്തിട്ടുള്ള തെളിവുകളെല്ലാം കോടതി സ്വീകരിച്ചു. അതുകൂടാതെ അപൂർവങ്ങളിൽ അപൂർവമായ കേസിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് ഈ കൊലക്കേസ് എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി പൂർണ്ണമായും സ്വീകരിച്ചിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് മുഴുവൻ പ്രതികളെയും മരണം വരെ തൂക്കിലേറ്റാൻ കോടതി വിധിച്ചിട്ടുള്ളത്. ഒരു കാര്യം, ഇത് 10ാം പ്രതിയെ ഇന്ന് ഹാജരാക്കിയിരുന്നില്ല. 10ാം പ്രതി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. അദ്ദേഹത്തിനും കൂടി ഈ വിധി ബാധമല്ല, അദ്ദേഹത്തെ വധിച്ചാണോ? തീർച്ചയായും. കാരണം 10ാം പ്രതി മെഡിക്കൽ ഗ്രൗണ്ടുകളിൽ കോടതിയിൽ ഹാജരാക്കാതിരുന്ന കാരണത്താലാണ് 10ാം പ്രതിക്കെതിരായിട്ടുള്ള ശിക്ഷ ഇന്ന് പ്രഖ്യാപിക്കാതിരുന്നിട്ടുള്ളത്. ഈ കേസിലെ ശിക്ഷാവിധി, ഈ കേസിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ കൂട്ടത്തിൽ ഈ 14 പേർ ഇന്ന് മരണം വരെ വധശിക്ഷ വിധിച്ച 14 പ്രതികൾക്കെതിരെ കണ്ടെത്തിയിട്ടുള്ള അതേ കുറ്റകൃത്യങ്ങൾ തന്നെ 10ാം പ്രതിക്കെതിരെയും കണ്ടെത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ ശിക്ഷ തന്നെ 10ാം പ്രതിയും അനുഭവിക്കേണ്ടി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ എന്ന് പറയാം. തീർച്ചയായും. കേസിൽ കുറ്റപത്രത്തിൽ പ്രഥമ കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ എന്ന് തന്നെ ഇത് തത്വത്തിൽ പറയാവുന്നതാണ്. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സമീപനം കൊടുത്തിട്ടുണ്ട്. കോടതി മേൽക്കോടതി സമീപിക്കാൻ സാധാരണഗതിയിൽ ട്രയൽ കോടതി, സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു കഴിയുമ്പോൾ അടുത്ത നടപടി എന്ന് പറയുന്നത് ഇതിന്റെ കൺഫർമേഷന് വേണ്ടി ഹൈക്കോടതിക്ക് അയക്കുക എന്നുള്ളതാണ്. ആ നടപടിക്രമങ്ങൾ നടക്കും. സർ, ഈ തടവ് ശിക്ഷ മൊത്തം എത്ര വർഷമുണ്ട് എല്ലാം കൂടെ ചേർത്ത് വരുമ്പോൾ? അത് ഭാരതത്തിലെ തന്നെ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു കൊലപാതക കുറ്റത്തിന്, ഒരാൾ കൊല്ലപ്പെട്ട ഒരു കുറ്റകൃത്യത്തിന്, എൻ്റെ അറിവ് ശരിയാണെന്നുണ്ടെങ്കിൽ 15 പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുള്ള സ്വാതന്ത്ര്യാനന്തര നീതിന്യായ ചരിത്രത്തിലെ ആദ്യത്തെ കേസാണോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എനിക്ക് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ വരുത്താം. പക്ഷേ എങ്കിലും എൻ്റെ അറിവിൽ ഇത് ആദ്യത്തെ സംഭവം തന്നെയാണ്. കേസിൽ 1 മുതൽ 9 വരെയുള്ള പ്രതികൾക്ക്, 1 മുതൽ 9 വരെയും 11 മുതൽ 15 വരെയുള്ള പ്രതികൾക്കും 143 IPC വകുപ്പ് പ്രകാരം 6 മാസം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അതേ 1 മുതൽ 9 വരെയും 11 മുതൽ 12 വരെയുള്ള പ്രതികൾക്കും 147 വകുപ്പ് പ്രകാരം 2 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ അതേ പ്രതികൾക്ക് തന്നെ 148 IPC വകുപ്പ് പ്രകാരം 3 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് 449, 149 IPC പ്രകാരം ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപ വീതം പിഴയും വിധിച്ചിട്ടുണ്ട്. 9, 11, 12 പ്രതികൾക്ക് 447, 149 IPC പ്രകാരം 3 മാസം തടവും 500 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1, 5, 9, 11, 12 പ്രതികൾക്ക് 427, 149 വകുപ്പ് പ്രകാരം 2 വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. കൂടെ 1 മുതൽ 8 വരെ പ്രതികൾക്ക് 506, 2 IPC പ്രകാരം 7 വർഷം ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 9, 11, 15 പ്രതികൾക്ക് 201, 149 IPC പ്രകാരം 7 വർഷം തടവ് ശിക്ഷയും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 9 വരെയും 11, 12 പ്രതികൾക്ക് 27 ആംസ് ആക്ട് പ്രകാരം 7 വർഷം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് 1 മുതൽ 8, 9, 11, 12 പ്രതികൾക്ക് 302 റെയ്ഡ് വിത്ത് 149 വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിലേറ്റാനും 1 ലക്ഷം രൂപ പിഴയും. 13 മുതൽ 15 വരെ പ്രതികൾക്ക് 302 റെയ്ഡ് വിത്ത് 149, 120B ക്രിമിനൽ കോൺസ്പിറസി വകുപ്പ് പ്രകാരം മരണം വരെ തൂക്കിലേറ്റാൻ വിധിയും 1 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 8ാം പ്രതിക്ക് 324, 149 വകുപ്പ് പ്രകാരം 3 വർഷം തടവ് ശിക്ഷയും 5000 രൂപ ഫൈനും വിധിച്ചിട്ടുണ്ട്. 2, 7, 8 പ്രതികൾക്ക് 323 വകുപ്പ് പ്രകാരം 1 വർഷം തടവ് ശിക്ഷയും 1000 രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. 1 മുതൽ 8 വരെ പ്രതികൾക്ക് 341 വകുപ്പ് പ്രകാരം 1 മാസം തടവ് ശിക്ഷയും വിധിച്ചിട്ടുണ്ട്. ഇതിൽ 6 ലക്ഷം രൂപ വരുന്ന പിഴ തുക ഈടാക്കുമ്പോൾ അതിൽ 6 ലക്ഷം രൂപ ഈ കേസിലെ 1, 2, 8 സാക്ഷികളായ മരണപ്പെട്ട രഞ്ജിത്ത് ശ്രീനിവാസന്റെ അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇളയ കുട്ടിക്കും അതേപോലെ തന്നെ ഈ കേസിൽ സാക്ഷിയാകാത്ത മൂത്ത കുട്ടിക്ക് കൂടി നൽകണമെന്ന് കോടതി വിധിച്ചിട്ടുണ്ട്. വിധിയെല്ലാം ഒരുമിച്ച് അനുഭവിച്ചാൽ മതി എന്നുള്ള തരത്തിലും ഒരു കാര്യം, അതായത് ഈ കേസിൽ 15 പ്രതികൾക്കും ശിക്ഷ നൽകി കഴിഞ്ഞിരിക്കുന്നു. ജഡ്ജിയുടെ കണ്ടെത്തൽ എന്താണെന്നുള്ളത് വിധി അറിയുള്ളൂ. താങ്കളുടെ അസസ്മെന്റ് പ്രകാരം എന്തുകൊണ്ടായിരിക്കാം ഈ 15 പ്രതികൾക്കും വധശിക്ഷ നൽകാൻ കോടതി തീരുമാനിച്ചത്? ഈ കേസിലെ പ്രതികളെല്ലാവരും പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ, SDPI ഇപ്പോൾ നിരോധിക്കപ്പെട്ടിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടനയിലെ പ്രവർത്തകരാണ് എന്നുള്ള പ്രോസിക്യൂഷന്റെ ആരോപണം കോടതി ശരിവച്ചിട്ടുണ്ട്. അത് മാത്രവുമല്ല, അപൂർവങ്ങളിൽ അപൂർവമായ രീതിയിൽ മുന്നൊരുക്കത്തോടുകൂടി വളരെ നേരത്തെ
ലിസ്റ്റ് തയ്യാറാക്കി ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ തന്നെ വീട്ടിൽ അതിരാവിലെ അതിക്രമിച്ച് കടന്നു കയറി നിരാലംബരായ സ്ത്രീകളുടെയും കൊച്ചു കുഞ്ഞിന്റെയും മുമ്പിൽ വെച്ച് അതിക്രൂരമായ രീതിയിൽ നടത്തിയ കൊലപാതകമാണ്. അതുകൊണ്ട് തന്നെ വധശിക്ഷ അവർക്ക് നൽകണമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദവും കോടതി സ്വീകരിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. റയറസ്റ്റ് ഓഫ് റെയർ കേസിന്റെ പരിധിക്കകത്ത് വരുന്ന തരത്തിൽ തന്നെയാണ് കോടതി ഈ കേസിനെ കണ്ടെത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് വധശിക്ഷ വിധിച്ചിട്ടുള്ളത്. പ്രോസിക്യൂഷന് ഭീഷണി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നീട് സംസാരിക്കാം. താങ്കൾ നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസൻ കൊലക്കേസിൽ 15 പ്രതികൾക്കും വധശിക്ഷ. പ്രതാപ് ജി പടിക്കൽ അദ്ദേഹം പ്രോസിക്യൂട്ടറായിരുന്നു. അദ്ദേഹമാണ് ഇപ്പോൾ ഇത് സംസാരിച്ചത്.